പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെ SFIയുടെ കുറേ കുട്ടി ക്രിമിനലുകൾ തിരുവനന്തപുരത്ത് വെച്ച് നിരന്തരം തടഞ്ഞതും കറുത്ത തുണി അദ്ദേഹത്തിനെതിരെ ഉയർത്തി കാണിച്ചതും അതിനുശേഷം അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിൽ ചെന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ ആണല്ലോ. ഇപ്പോഴും അത് ചർച്ചയിൽ നിന്ന് പോയിട്ടില്ല. ആ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ആ ഗവർണറുമായിട്ടുള്ള ആ ഒരു ഇംഗ്ലീഷ് പറഞ്ഞ ഒരു ആൾട്ടർക്കേഷനിൽ, ഒരു സംഘർഷത്തിൽ അയാളെടുത്ത സമീപനമാണ്, അയാളെടുത്ത നിലപാടുകളാണ്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് SFI. സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ പോലും SFIയെ കണ്ടാൽ എഴുന്നേറ്റ് നിന്ന്, SFIയുടെ നേതാക്കന്മാരെ കണ്ടാൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യുന്ന കാലഘട്ടമാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. കാരണം അവരാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എഴുന്നേറ്റ് നിന്ന് പഞ്ചപുച്ഛമടക്കി നടപ്പിലാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമേ കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ അത്തരത്തിൽ അപ്രമാദിത്വമുള്ള, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻഫാലിബിലിറ്റി ഉള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആർഷോ എന്ന് പറഞ്ഞ അയാൾ ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത സമീപനം എന്തായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ദൃശ്യങ്ങളിൽ കൂടി കണ്ടതാണല്ലോ. തെമ്മാടി എന്ന് ഗവർണർ വിളിക്കുന്നു, എല്ലാ വൃത്തികേടുകളും ഗവർണറെ പേരെടുത്ത് വിളിക്കുന്നു. അയാളുടെ കൂടെയുള്ള സമരത്തിന് വന്ന കുട്ടി ക്രിമിനലുകളൊക്കെ ഒരു നിയന്ത്രണവുമില്ലാതെ ഗവർണറെ അപകീർത്തിപ്പെടുത്തുന്നു, അപഹസിക്കുന്നു, പരിഹസിക്കുന്നു. ഡോണ്ട് സ്പിറ്റ് പാൻ ആൻഡ് ഹാൻഡ്സ് ആൻഡ് പാൻ പരാഗ് ഇൻ ദ ക്യാമ്പസ് എന്നാണ് ബാനർ എഴുതി വെച്ചത്. അതിൻ്റെ അർത്ഥം ആ വലിയ വയോധികനായിട്ടുള്ള കേരള ഗവർണർ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അടിച്ച് കിറങ്ങിയിരുന്നു കൊണ്ടാണ് ഈ നിലപാടുകളൊക്കെ എടുക്കുന്നത് എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ പെരുമാറ്റം എല്ലാം നമ്മൾ കണ്ടു. പോലീസിനെ പന്നി എന്ന് വരെ വിളിച്ചു ആര്? ഈ ആർഷോ എന്ന് പറഞ്ഞ SFIയുടെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ ഈ ആർഷോ എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയുമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് ശ്രമിക്കാൻ പോകുന്നത്. ആരാണ് ആർഷോ? ആർഷോ എന്ന് പറയുന്ന അയാൾ ഏതാണ്ട് 42ഓളം കേസുകളിൽ പ്രതിയാണ്. അയാളെക്കുറിച്ച് നമ്മൾ ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പ് നമ്മൾ കേട്ടിരുന്നത് എന്താണ്? ഒരു AISFൻ്റെ പിന്നോക്കക്കാരിയായ ഒരു വനിതയോട് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് തിരഞ്ഞെടുപ്പൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ, ഞാൻ പറഞ്ഞ ആ പേര് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, അവരേറ്റവും ഡിറോഗേറ്ററി ആയിട്ടുള്ള ഒരു 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 പട്ടികജാതി സമുദായത്തിൻ്റെ പേരിൽ അവരെ വിളിച്ച് അധിക്ഷേപിക്കുകയും പ്രേക്ഷകരെ ഒരു കുറച്ച് സമയത്തേക്ക് എന്നോട് ക്ഷമിച്ചാൽ അയാൾ പറഞ്ഞത് നിനക്ക് വയറ്റിലുണ്ടാക്കി തരുമടി എന്ന് പറയുകയും ചെയ്ത ഒരുത്തനാണ് ഈ PM ആർഷോ എന്ന് പറഞ്ഞ SFIയുടെ സംസ്ഥാന സെക്രട്ടറി. ഒരു സാധാരണക്കാരൻ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം പട്ടികവർഗ അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസെടുക്കുകയും ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അയാൾ എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ഒന്നും സംഭവിക്കില്ലല്ലോ. എന്നാൽ അതുമാത്രമല്ല, എറണാകുളത്ത് അയാളുടെ നേതൃത്വത്തിൽ KSUവിൻ്റെ ഒരു പ്രവർത്തകനെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ വധശ്രമ കേസിൽ അയാൾ പ്രതിയാണ്. ആ പ്രതിയായിട്ടുള്ള ആളാണ് തിരുവനന്തപുരത്ത് വെച്ച് അയാളെ 2 പ്രാവശ്യം അറസ്റ്റ് ചെയ്തു പോലീസ്. കോഴിക്കോട് വെച്ചും അയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു പോലീസിന്. കോഴിക്കോട് വെച്ച് അയാൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഗവർണറെ അയാൾ എല്ലാ വൃത്തികെട്ട പേരുകളും വിളിച്ചു. തെമ്മാടി ഉൾപ്പെടെ വൃത്തികെട്ട പേരുകൾ അയാളെ വിളിച്ചു, അപകീർത്തിപ്പെടുത്തി, പരിഹസിച്ചു. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആർഷോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി, ഈ ഗവർണർ എന്ന് പറഞ്ഞാൽ ഈ ഉന്നതമായ അധികാര സ്ഥാനത്തിരിക്കുന്ന ആ വ്യക്തി അയാളെ പച്ച ചീത്ത വിളിക്കുകയും അയാളെ അപകീർത്തിപ്പെടുത്തുകയും അയാളെ പരിഹസിക്കുകയും ചെയ്ത ഈ PM ആർഷോ എന്ന് പറഞ്ഞ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ജാമ്യം റദ്ദാക്കപ്പെട്ട ഒരു പ്രതിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ജാമ്യം റദ്ദാക്കപ്പെട്ട പ്രതിയുടെ ജാമ്യം റദ്ദാക്കപ്പെട്ടത് കോടതി സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ അതിനകത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, വധശ്രമ കേസിൽ കോടതി അയാളുടെ ജാമ്യം റദ്ദാക്കിയിട്ടുള്ള നടപടി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജാമ്യം റദ്ദാക്കുന്ന നടപടി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന സമയത്താണ് ഇയാൾ ഇത്തരത്തിൽ ഈ ഗവർണറെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഇയാൾ പച്ച ചീത്തയും അശ്ലീലവും ഒക്കെ വിളിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇങ്ങനെ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിരുന്നു വിചാരിക്കുക, ഇങ്ങനെ ചെയ്യുന്നത് ഞാനും നിങ്ങളുമായിരുന്നു വിചാരിക്കുക, ഞാനും നിങ്ങളും എന്നേ അഴിക്കുള്ളിലാകുമായിരുന്നു. നമ്മളൊന്ന് മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട് വന്നൊരു വാർത്തയുണ്ട്. ആ വാർത്ത എന്താ പറയുന്നറിയോ? പോലീസ് താലോലിക്കുന്നത് വധശ്രമ കേസിലെ പിടികിട്ടാ പുള്ളിയെ.
എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രക്ഷോഭം നടത്തിയതിന് കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് പോലീസ് താലോലിച്ച് പിടിച്ചുകൊണ്ടുപോയ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ വധശ്രമ കേസിലെ ജാമ്യം റദ്ദാക്കിയിട്ട് 6 മാസം. അതിൻ്റെ അത് സ്റ്റേ ചെയ്ത കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അഭിഭാഷകനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതിയായ ആർഷോ പോലീസിനെ കൺമുന്നിൽ ഗവർണറെയും പോലീസിനെയും വെല്ലുവിളിച്ചിട്ടും പോലീസ് കൈയും കെട്ടി നിന്നു. PM ആർഷോയുടെ ജാമ്യം എറണാകുളം ജില്ലാ കോടതി ജനുവരിയിലാണ് റദ്ദാക്കിയത്. ജാമ്യവ്യവസ്ഥകൾ ആർഷോ ലംഘിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി നടപടി. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന അടക്കമുള്ള ജാമ്യവ്യവസ്ഥകളാണ് ആർഷോ ലംഘിച്ചത്. വധശ്രമ കേസിൽ റിമാൻഡിൽ കഴിയവേ ആർഷോ സർവകലാശാല പരീക്ഷ പാസ്സായത് വിവാദമായിരുന്നു. ആദ്യം ജാമ്യത്തിലിറങ്ങിയ ശേഷം വിവിധ കേസുകളിൽ പ്രതിയായതോടെ ഹൈക്കോടതി നേരത്തെ ജാമ്യം റദ്ദ് ചെയ്തിരുന്നു. തുടർന്ന് അറസ്റ്റിലായ ആർഷോ 2022 ഓഗസ്റ്റിലാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിന് 2023 ജനുവരിയിൽ കോടതി ജാമ്യം റദ്ദാക്കി. തുടർന്ന് ആർഷോ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതുവരെ ഹൈക്കോടതി അത് ഹൈക്കോടതിയിൽ ചെയ്തു നിൽക്കും. സുഹൃത്തുക്കളെ, എനിക്ക് വീഡിയോയിൽ ചില ചോദ്യങ്ങൾ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് എനിക്ക് ചോദിക്കാനുണ്ട്. അത് ചോദിക്കുന്നതിന് മുമ്പ് ഈ ആർഷോയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം ഹൈക്കോടതി രേഖകളിൽ നിന്ന് തന്നെ ഒന്ന് ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹിസ്റ്ററി ഓഫ് കേസ് ഹിയറിംഗ് എന്നുള്ള ഹൈക്കോടതിയിലെ രേഖ തന്നെയാണ് ഞാനതിന് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഈ കോടതിയലക്ഷ്യ നടപടികളോടുള്ള ഭയം കൊണ്ട് ജഡ്ജിമാരുടെ ഒന്നും പേര് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ആ രേഖകൾ എടുത്ത് നോക്കുന്ന ആർക്കും ആരായിരുന്നു ജഡ്ജി എന്നൊക്കെ അറിയാം. അത് അവർ വേണമെങ്കിൽ ചെയ്തോട്ടെ, ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. ഈ കേസ് ആദ്യം 14/2/2023 വന്നു. അത് ഇൻസ്ട്രക്ഷൻസ് വേണമെന്നും പറഞ്ഞിട്ട് 27/2 മാറ്റിവെച്ചു. അതായത് PP ടു ഗെറ്റ് ഇൻസ്ട്രക്ഷൻസ് പോസ്റ്റ് ആഫ്റ്റർ 10 days എന്ന് പറഞ്ഞൊരു ജഡ്ജി മാറ്റിവെച്ചു. അതിനുശേഷം ആ ജഡ്ജിയുടെ മുന്നിൽ 17/3 അത് വന്നു. 17/3 വന്നപ്പോൾ 31/3 മാറ്റിവെച്ചു. പോസ്റ്റ് ആഫ്റ്റർ 2 days എന്നൊരു ജഡ്ജി പറഞ്ഞു. അത് കഴിഞ്ഞ് ജഡ്ജി മാറി. അങ്ങനെ 29/11 ആ ജഡ്ജിനെടുത്ത് വന്നു. ആ ജഡ്ജി അത് 5/12 മാറ്റിവെച്ചു. പക്ഷേ ഈ ജാമ്യം റദ്ദാക്കിയ നടപടി സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം കോടതി അംഗീകരിച്ചു. അങ്ങനെ സ്റ്റേ ചെയ്തിട്ട് ആ ജഡ്ജി എന്ത് ചെയ്തു? ആ ജഡ്ജി അത് 11/2 മാറ്റിവെച്ചിട്ട് പറഞ്ഞു അത് വെക്കേഷൻ കഴിഞ്ഞ് നമുക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞു. ആ ജഡ്ജിമാരൊക്കെയാണെന്നുള്ളതിൻ്റെ രേഖ എടുത്ത് വായിച്ചു നോക്കിയാൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ ആർഷോ എന്ന് പറഞ്ഞ ആൾ ചെയ്തിട്ടുള്ള കുറ്റം എന്താ? അത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ അയാൾ ചെയ്ത ഓഫൻസുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാൻ കോടതി എന്നെ അനുവദിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അതിൽ ആർഷോ എന്ന് പറഞ്ഞ ആൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റം എന്ന് പറയുന്നത് IPCയിലെ 124 വകുപ്പാണ്. ആ 124 വകുപ്പ് പ്രകാരം ഗവർണറെ പോലെയുള്ള അധികാര സ്ഥാനത്തിരിക്കുന്നവരെ തടസ്സപ്പെടുത്താനും അവരെ ആക്രമിക്കുവാനൊക്കെ മുതിർന്നാൽ 7 വർഷം ജയിലിൽ കിടക്കുന്ന അഴിക്കുള്ളിൽ കിടക്കുന്ന വകുപ്പാണ് സെക്ഷൻ 124 IPCയിലെ. 2 ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകളെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകളെ ചീത്ത വിളിക്കുന്ന ഈ അശ്ലീലം കടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ വകുപ്പാണ് 294B. പിന്നെ 143 എന്ന് പറഞ്ഞ വകുപ്പും വേണം ചുമക്കാം. അൺലോഫുൾ അസംബ്ലി, നിയമവിരുദ്ധമായിട്ടുള്ള കൂടിച്ചേരൽ, അതും കൂടെ വേണമെങ്കിൽ ചുമത്താം. അതുകൂടാതെ ഡിഫമേറ്ററി ആണല്ലോ ഗവർണർക്ക്, അതുകൊണ്ട് 500 എന്ന് പറഞ്ഞ വകുപ്പ് കൂടെ വേണമെങ്കിൽ ചുമത്താം. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തപ്പെടേണ്ട ഒരു കുറ്റം SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ചെയ്തു എന്നുള്ളത് ഇനി ആരാണ് അറിയേണ്ടത്? അതിനകത്ത് ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. അതിന് മുഴുവൻ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, കോടതിയുടെ കണ്ണ് കെട്ടിപ്പോയോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. കോടതിയുടെ കണ്ണ് കറുത്ത തുണി കൊണ്ട് കെട്ടിയിരിക്കുകയാണോ? ഇതാണ് എൻ്റെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ, ആ ഗവർണറെ വധശ്രമ കേസിൽ പ്രതിയായി ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യം തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൗരൻ പച്ച പരസ്യമായി തെമ്മാടിയെന്നും ചേറ്റയെന്നും മയക്കുമരുന്നടിക്കുന്നവനെന്നൊക്കെ പറഞ്ഞ എല്ലാ വൃത്തികേടുകളും വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതല്ലേ ബഹുമാനപ്പെട്ട കോടതി? കോടതി എന്തായാലും അത് കാണാതിരിക്കില്ലല്ലോ. കോടതി എന്തായാലും അത് കാണുമല്ലോ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത് കണ്ടതല്ലേ കോടതി? അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി എന്തുകൊണ്ടാണ് ഇതിലൊരു സുവമോട്ടോ കേസെടുക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാറുള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വീടിന് മുമ്പിൽ ഒരു ബലാത്സംഗം നടന്നു. ആ ബലാത്സംഗം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരാൾ വേറൊരാളെ കൊല്ലുന്നു എൻ്റെ വീടിന് മുമ്പിൽ, അത് കേരളത്തിലെ മുഴുവൻ ആളുകളും കാണുകയാണ്. സ്വാഭാവികമായും
അത് എന്താണ് ഇതിനകത്ത് അനങ്ങാത്തത് എന്നുള്ള ചോദ്യം വരുമ്പോൾ കോടതി പറയണം ഞങ്ങളുടെ മുമ്പിൽ ആരും പരാതിയായിട്ട് വന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നത് എന്ന് ചോദിക്കുന്ന പോലുള്ള ബാലിശികമായിട്ടുള്ളൊരു ചോദ്യമല്ലേ ഇതിനകത്ത് ഉയരുന്നത്. ഈ ആർഷോ എന്ന് പറഞ്ഞ ഈ വധശ്രമ കേസിലെ പ്രതി ഹൈക്കോടതി തൽക്കാലത്തേക്ക് കേസ് ജാമ്യം റദ്ദാക്കിയത് സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ഗവർണർക്കെതിരെ ഇത്ര മ്ലേച്ഛമായിട്ടുള്ള, ഇത്ര അപകീർത്തികരമായിട്ടുള്ള, അശ്ലീല ചുവയുള്ള ഈ വൃത്തികേടുകൾ നടത്തിയിട്ട് അയാളെ 3 പ്രാവശ്യം അറസ്റ്റ് ചെയ്തിട്ടും അയാളുടെ ജാമ്യം ഉടനടി റദ്ദാക്കി അയാളെ ഉടനടി ജയിലിലാക്കണം എന്നുള്ള ആവശ്യം സ്വമേധയാ എന്തുകൊണ്ട് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും സർക്കാർ ഒത്തുകളിക്കുന്നതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ നീണ്ടു പോകുന്നത്. സർക്കാരാണല്ലോ യഥാർത്ഥത്തിൽ ഈ ജാമ്യം റദ്ദാക്കണം, ഇയാളെ ജയിലിലാക്കണം എന്ന് പറഞ്ഞ് കോടതി ചെല്ലേണ്ടത്. സർക്കാർ പോകില്ല എന്നുള്ളത് കോടതിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. കാരണം സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടപ്പെട്ട ബ്ലൂ ഐഡ് ബോയിയാണ് കേരളത്തിലെ സംസ്ഥാന SFIയുടെ സംസ്ഥാന സെക്രട്ടറി, ഭരണകക്ഷി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ സർക്കാർ പോകില്ല. സർക്കാർ പോകാതെ വരുമ്പോൾ അവിടെ നിലപാടെടുക്കാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും ബാധ്യതയും കേരളത്തിലെ ഹൈക്കോടതിക്കല്ലേ ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ബാധ്യത സർക്കാർ ഈ വധശ്രമ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ വധശ്രമ കേസിലെ പ്രതി ഗവർണറെ ഇതുപോലെ അപകീർത്തിപ്പെടുത്തുകയും നാണം കെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾക്കെതിരെ 124 293 ബിയും 143 500 ഒക്കെ ഉള്ള വകുപ്പുകൾ വെച്ചിട്ട് അയാളെ പിടിച്ച് ജയിലിലാക്കണം എന്ന് ആവശ്യപ്പെടാനുള്ള ബാധ്യത ഭരണഘടനാപരമായി കോടതിക്കില്ലേ? കാരണം ഹൈക്കോടതിക്കില്ലേ? ആ ഉത്തരവാദിത്വം ഹൈക്കോടതി നടപ്പാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് സംരക്ഷണവും എന്ത് സുരക്ഷയുമാണ് ഹൈക്കോടതി ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്? അതുകൊണ്ട് ഞാൻ പലതവണ പറയുന്നത് പോലെ ഞാൻ പലതവണ ആവർത്തിച്ച ഒരു കാര്യം ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോടതികൾ എന്ന് പറയുന്നത് ഭരണഘടനാപരമായി സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്നാണ് ഞങ്ങൾ LLBക്ക് പഠിച്ചിട്ടുള്ളത്. സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറഞ്ഞാൽ വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതായത് ജനങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട രക്ഷിതാവ് എന്നാണ് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറയും. ഇവിടെ ഒരു വധശ്രമ കേസിലെ പ്രതി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഗവർണറെ പച്ച പരസ്യമായി പുലഭ്യം പറഞ്ഞിട്ട്, ചീത്ത വിളിച്ചിട്ട്, അപകീർത്തിപ്പെടുത്തിയിട്ട്, പരിഹസിച്ചിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ മുഴുവൻ പൊതുമണ്ഡലത്തിൽ ലഭ്യമായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് കാണാത്തത്? കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ടത് എന്തുകൊണ്ട് കോടതി കാണുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് കോടതി ഇനിയെങ്കിലും ഇതിൽ ഒരു സ്വമേധയാ കേസെടുക്കുകയും ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഈ ക്രിമിനലിനെ എത്രയും പെട്ടെന്ന് ജയിലിലാക്കുകയും ചെയ്യണം എന്നാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും അതിനേക്കാൾ ഉപരി അഴിമതികൾക്കും അനീതികൾക്കുമെതിരെ പോരാടുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സെക്രട്ടറി എന്നുള്ള നിലയിലും സേവ് കേരള ഫോറം എന്ന് പറയുന്ന സംഘടനയുടെ സെക്രട്ടറി എന്നുള്ള നിലയിലും എനിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോട് പറയാനുള്ളത്.